ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഈസി ലേൺ PSC സ്വാഗതം. നമ്മളിന്ന് 096/2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം കഴിയുന്നതോറും നിങ്ങളുടെ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വന്തമായിട്ട് ആൻസർ എഴുതി പോവുക. അറിയത്തില്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ച് പോവുക. ഓക്കെ, ദിവസം കഴിയുന്നതോറും നിങ്ങൾ ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. റൈറ്റ് ദ സിനോണിം ഓഫ് അക്കിൻ. അക്കിൻ്റെ സിനോണിം എന്താണ്? അക്കിൻ, സിമിലർ. അക്കിൻ, സിനോണിം ഓഫ് അക്കിൻ ഈസ് സിമിലർ. I don't know if he is coming. Here if is used to express a doubt. The house is so dirty, I really must clean it. What is the use of modal auxiliary verb? വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് എന്താണ്? ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ. ഹി ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദി ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. എന്നുവെച്ചാൽ എന്താ? പെട്ടെന്ന് ഉയർന്നു വരിക, അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന നമ്മൾ ഏതാ? റാനപ്പ്. ഹി റാനപ്പ് എ ലാർജ് ബിൽ അറ്റ് ദി ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. എ വാർ എന്നാണ് PSCയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരം എ വാർ എന്നാണ് തന്നിരിക്കുന്നത്. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദി സ്റ്റേഷൻ അറ്റ് ഡാഷ് 6:15 PM. ഒരു കറക്റ്റ് ടൈമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാക്ട് ടൈം ആകുമ്പോൾ എക്സാക്ട്ലി 6:15 PM. റോസ പാർക്സ് വാസ് ത്രോൺ ഓഫ് ദി Montgomery bus for refusing to give up her seat to a white passenger. Which definition fits the phrase thrown off? Thrown offന് പകരം ഏതാണ് യൂസ് ചെയ്യാൻ നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയോളൂ, കിട്ടിയോ? ആൻസർ വരുന്നത് ടു മേക്ക് someone fall down suddenly. അതാണ് thrown off to make someone fall down suddenly. They can't decide dash to travel north dash south. Use the right connective. ഏതാ വരുന്നത്? whether or. 79th question. I must remember to pack a holiday book. My mum says that we must pack soon. We are going on a holiday to the sea coast. I am really looking forward to it. ഇതിൽ ഏതാ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. We are going on a holiday to the sea coast. നമ്മളൊരു ഇതിൽ പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താ? 3 വെച്ച് തുടങ്ങും. മൈ മം സെയ്സ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ. നമ്മൾ ഉടനെ തന്നെ എല്ലാം പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക് പാക്ക് ചെയ്യണമെന്ന്. ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. ഇത്രയും വരെ കുഴപ്പമില്ല. ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഇപ്പോൾ ഏതാ വരുന്നത്? 3214 എന്നാണ് വരുന്നത്. ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യാൻ, ഇങ്ങനെ ഒരെണ്ണം പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, ആഗ്രഹിച്ചിരുന്നതായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. The ball hit me straight in the dash. I tried to thread the cotton through the dash of the needle. ഇത് രണ്ടിടത്തും ഒരേ വേർഡ് തന്നെ ഫിറ്റാകുന്ന തരത്തിൽ വരണം. അപ്പോൾ നമുക്കിതിനകത്ത് എലിമിനേഷൻ ടെക്നിക്കിൽ കൂടെ കളയാം. ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദ. ഹെഡും ഫേസും എന്താണെങ്കിലും വരത്തില്ല. ഹെഡും ഫേസും ആണെങ്കിൽ ഓണേ വരത്തില്ല. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി. ഇനി അടുത്തത് ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദ നെയിൽ വരുമോ? അത് വരത്തില്ല. അപ്പോൾ ഏതാ വരുന്നത്? ഐ ട്രൈ ടു ത്രെഡ് ദ കോട്ടൺ ത്രൂ ദ ഐ ഓഫ് ദി നീഡിൽ. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കോൺസ് ഗ്രോ. അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് എന്താണ്? ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കോൺസ് ഗ്രോ മീൻസ് ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. ഹി ഈസ് എ ഡാഷ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. ദ ചിപ്പ് ഓഫ് ആൻ ഓൾഡ് ബ്ലോക്ക്. In order to travel, you need a passport dash. You might need a visa.
immunization jabs and fulfill quarantine conditions. അപ്പോൾ കൂടാതെ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏതാ ഇവിടെ വരുന്നത്? ഇൻ അഡീഷൻ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഐ ഹാവ് സീൻ ഹെർ ഡാഷ് ടൈംസ് ദിസ് ഇയർ ബട്ട് നോട്ട് വെരി ഓഫൺ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ റൈറ്റ്. എ ഫ്യൂ ആണ് പി എസ് സിയുടെ ആൻസർ കീ പ്രകാരം എ ഫ്യൂ ആണ് വരുന്നത്. ഐ ഹാവ് സീൻ എ ഫ്യൂ ടൈംസ് ദിസ് ഇയർ ബട്ട് നോട്ട് വെരി ഓഫൺ. വെൻ ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ ഷീ ഡാഷ് ഇൻ ദ വെയിറ്റിംഗ് റൂം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത് ഇവിടെ. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഏത് വരും? വാസ് സിറ്റിംഗ്. ഐ വിൽ വെയിറ്റ് അൺടിൽ ഐ ഡാഷ് ഹിം. ഇതിൽ ഫ്യൂച്ചർ കഴിഞ്ഞ് ഫ്യൂച്ചർ ടെൻസിലാണ് വന്നിരിക്കുന്നത്. ഫ്യൂച്ചർ കഴിഞ്ഞ് എന്ത് വന്നിട്ടുണ്ട്? അൺടിൽ വന്നിട്ടുണ്ട്. ഫ്യൂച്ചർ കഴിഞ്ഞിട്ട് എന്താണ് വന്നിരിക്കുന്നത്? അൺടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള വെർബേ വരത്തുള്ളൂ. ഫ്യൂച്ചർ കഴിഞ്ഞിട്ട് അൺടിൽ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള വെർബേ വരത്തുള്ളൂ. ഫ്യൂച്ചർ കഴിഞ്ഞിട്ട് അൺടിൽ വരുവാണെങ്കിൽ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള വെർബേ വരത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഏതാ? സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഫ്യൂച്ചർ കഴിഞ്ഞ് അൺടിൽ വരുവാണെങ്കിൽ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള വെർബാണ് വരുന്നത്. ഐ വിൽ വെയിറ്റ് അൺടിൽ I see him. I waited dash 9 o'clock and then went home. വരെ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏതാണ്? അൺടിൽ. You have to take an exam dash the course. പാസ്സാകാൻ എന്ന് പറയുമ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ടു പാസ്. My daughter is quite shy dash. ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദ ബാഡ്മിൻ്റൺ കോർട്ട്. അതായത് എൻ്റെ മകൾ ഭയങ്കര ഷൈ ആണ്. പക്ഷേ അവളെങ്ങനെയാണ്? ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ. അതായത് രണ്ട് വിരുദ്ധ പ്രസ്താവനകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഹൗഎവർ. മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ. ഹൗഎവർ ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദ ബാഡ്മിൻ്റൺ കോർട്ട്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിങ്. കൊളോക്കിയൽ COLLOQUIAL. കൊളോക്കിയലിൻ്റെ സ്പെല്ലിംഗ് എന്തുവാ? COLLOQUIAL. ശരിയായ പദം ഏത്? അവധൂതൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇത് ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണ്. ഇൻ അക്കോർഡൻസ് വിത്ത് അതനുസരിച്ച് ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം വമ്രി. വിപരീത പദം രസം, നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, ഇലയിട്ട് ചവിട്ടുക. യാചകൻ, യാചകി. സലിംഗ ബഹുവചനം ഏത്? മിടുക്കന്മാർ. പിരിച്ചെഴുതുക ഇന്നി, ഇ പ്ലസ് നീ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.